നിങ്ങൾക്ക് പിന്നെ പരിപാടി ചിലവരൊക്കെ സ്കൂൾ അടിച്ച്, പക്ഷെ ഞങ്ങളൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ 2 ദിവസം കൂടെ ഞങ്ങൾക്ക് സ്കൂളുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പോകത്തില്ലേ, ചിലപ്പോൾ അടുത്ത വർഷം ക്ലാസ് മാറ്റി നമ്മുടെ ഫ്രണ്ട്സ് ഷഫിളായി പോകും. അപ്പം അവർക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റുന്നൊരു കാർഡ് എഴുതി കാണിച്ചു തരാം. നിങ്ങൾ എത്ര ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ കയ്യിൽ വെച്ചൊരു പരിപാടി ചെയ്യാവേ. നമുക്ക് ചെയ്താലോ? ഇപ്പം ചെയ്യാവേ. അപ്പോൾ പ്ലീസ് ഞാൻ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു പേപ്പർ എടുക്കാവേ. ആദ്യം നമുക്ക് വരയ്ക്കാം. പിന്നെ ഈ തമ്പില്ലേ, ഈ കയ്യിലാണ് വരയ്ക്കുന്നത്. ചെറിയ പെട്ടെന്ന് പോലോ തൂത്ത. ഈ കൈ ഇങ്ങനെ എൻ്റെ അതൊരു സിമ്പിൾ. ഫ്രണ്ട്സിൻ്റെ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഫസ്റ്റ് ടൈം പീരീഡിൽ കുറച്ച് ആദ്യം വരാകുമ്പം പരീക്ഷ കുറച്ച് നേരമില്ലേ, ആ സമയത്ത് ഫ്രണ്ട്സിൻ്റെ പെട്ടെന്ന് കൈയൊന്ന് വരച്ചെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു പോട്ട് പെട്ടെന്ന് കൈയൊന്ന് പേന എടുത്തുകൊണ്ട് പോകണം. വരച്ചിട്ട് ഇതിൽ കുത്തിയാൽ മതി കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഡേ അവർക്ക് കൊടുക്കണം. അപ്പം നമുക്കിങ്ങനെ ചെയ്യുന്നതെന്നാണ്. അമ്പാ ഇത് നിങ്ങൾക്കറിയാലോ, പേനൊക്കെ ഉണ്ട്. എനിക്കിതെല്ലാം കളറാക്കിയിട്ട് കാണിക്കാവേ. അങ്ങനെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവേ. നമുക്ക് ബേസിനത് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചെയ്താൽ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. എന്താണ് എന്നെ ആക്കുന്നത്? പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം ഇല്ലല്ലോ ഇവിടെ. ഞാൻ എൻ്റെ കൈ വെച്ച് ഇപ്പം ആക്കി നല്ലപോലെ അടിക്കണം. ഇല്ലെങ്കിൽ കണ്ട് ഇതുപോലെ കഞ്ഞാപുണ്യം പോലെ ഇരിക്കും. പിന്നെ 2 കണ്ണും 2 വായൊക്കെ വരച്ച് ഇവിടുത്തെ സെറ്റാണ്. നമുക്ക് അതും കൂടി വരയ്ക്കാവേ. എന്നിട്ട് കാണാം. ഇങ്ങനെയാണ് കാലം വേഗം വരയ്ക്കാം. ഞാൻ വേണമെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ പേര് എഴുതും. അപ്പം ഞാൻ എഴുതാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ പേര് എഴുതുന്നത് എൻ്റെ കസിൻ്റെയാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സ് എങ്ങനെ ഈ വീഡിയോ ഉണ്ടാകും. അപ്പം നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനല്ലല്ലേ, അവളാണല്ലേ, അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ മണിപ്പൂർ എഴുതാത്തതാണ്. ഇനി ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ BFF എന്നൊക്കെ ഇട്ട് കൊടുക്കാവേ നമുക്ക്. പിന്നെ ഞാൻ BFF എന്ന് വേണ്ടെന്ന് വിചാരിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. BFF എന്ന് തോന്നിയത് പോരാന്നത്രയ്ക്ക്. പിന്നെ നമ്മൾ ഇത് ഞാൻ പരീക്ഷയുടെ ഇടയ്ക്കാണ് പഠിക്കണം. അപ്പോൾ സ്പീഡ് ചെയ്യുന്ന ആർട്ട് വർക്കാണ്. അപ്പോൾ വലിയ വൃത്തിയൊന്നുമില്ല. BFF എന്നുള്ള കാലിഗ്രഫിയൊക്കെ ചെയ്യുവാണെങ്കിൽ കൊള്ളായിരിക്കും. നമ്മുടെ കുട്ടി ഇത് സംഭവമാണ് കേട്ടോ. വലിയ രസമൊന്നുമില്ല. അതൊരു കുട്ടി ഗിഫ്റ്റ് കൊടുക്കണ്ടേ. പിന്നെ ബൈ എന്നൊക്കെ നമുക്കൊന്ന് എഴുതാവേ. പിന്നെ ഒരു ചെറിയ ഈ മെസ്സേജ് എഴുതി കൊടുക്കാം. പിന്നെ ഇങ്ങനെ ഒരു കോട്ടും കൂടി എഴുതി കൊടുത്ത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാണ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. ഇവിടെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. പിന്നെ നിങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞൊന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ എക്സാം കഴിഞ്ഞില്ല. 2 എക്സാം കൂടെ ഭയങ്കര പാടുള്ള കുറച്ച് വിഷയങ്ങളാണ്. ഹിന്ദിയും മാത്സും ആണ് കേട്ടോ. ലാസ്റ്റ് മാത്സ് നിങ്ങൾക്ക് വെനസ്ഡേ ഇനിയുണ്ട്. പിന്നെ 31 ഇന്ന് നോക്കട്ടെ, ട്യൂസ്ഡേയും ഉണ്ട്. അതാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ എല്ലാവർക്കും നാളെ പരീക്ഷയൊക്കെ ഉള്ളവർക്കെല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം. ലൈക്ക് അതൊക്കെ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.